ഹലോ ഗൈസ്, അങ്ങനെ നവ്യയെ എതിരാളികളുടെ പരസ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ ആദർശും നയനയും അഭിയെ മുറിയിലോട്ട് വിളിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ നല്ല കൃത്യമായിട്ട് വാച്ച് ചെയ്യാണ് നവ്യ. അന്നത്തെ ദിവസം രാവിലെ തന്നെ നവ്യ നയനയുമായിട്ട് നല്ല മുട്ടം വഴക്ക് കൂടുകയുണ്ടായി. അത് വേറൊന്നുമല്ല കേട്ടോ, ആദർശിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത പലതും മോശമായിട്ട് നവ്യ സംസാരിച്ചു. അവസാനം സഹിക്കാൻ കഴിയാതെ നിയന്ത്രണം വിട്ടുകൊണ്ട് നയന പല സത്യങ്ങളും പറയാതെ അങ്ങ് പറയുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നവ്യക്ക് മനസ്സിലാവാത്ത രീതിയിൽ. എന്നാൽ നവ്യക്ക് അതിൽ നിന്നും പല കാര്യങ്ങളും വ്യക്തമാവുകയാണ്. തുടങ്ങിയ സംശയമാണ് നവ്യക്ക്. പലതും സംശയങ്ങളായിട്ട് തോന്നുകയാണ്. ഇനിയൊരു പക്ഷേ താൻ അറിഞ്ഞതൊന്നും ആയിരിക്കില്ലേ സത്യം എന്നൊക്കെ നവ്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. കറക്റ്റ് നയന സത്യങ്ങൾ വിളിച്ചു പറയാൻ നിന്നപ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശ് എത്തുന്നത്. നയനയെ തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ ആദർശ്. പറയാൻ വന്ന സത്യം നയനയ്ക്ക് വിഴുങ്ങേണ്ടി വരികയാണ്. ഇതിലൂടെയൊക്കെ പല സംശയങ്ങളും നവ്യയുടെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. സത്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനുണ്ടെന്ന് നവ്യക്ക് മനസ്സിലായതോടെ അഭിയെ കൂടുതൽ നിരീക്ഷിക്കാൻ തുടങ്ങുകയാണ് നവ്യ. ആ ഒരു എപ്പിസോഡിൽ തന്നെ നവ്യ അഭിയെ കൂടുതൽ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. താൻ വിശ്വസിച്ചതൊക്കെ തെറ്റാണെന്നും അഭിയാണ് എല്ലാവരും ചതിച്ച് തന്നെ കബളിപ്പിച്ചതെന്ന് നവ്യ തിരിച്ചറിയുകയാണ്. അങ്ങനെ ആദർശിന് ഗൾഫിലോട്ട് ബിസിനസ് ആവശ്യത്തിന് പോവേണ്ടി വരുന്നില്ല. ആദർശിനായിട്ട് അഭി ഒരുക്കി വെച്ച കെണി 8 നിലയിൽ പൊട്ടിക്കാനിട്ടോ നവ്യ. അങ്ങനെ ആദർശിനെ രക്ഷിക്കുകയാണ് നവ്യ. ആ ഒരു കിടിലൻ എപ്പിസോഡാണ് ഈ വരുന്ന വീക്കിൽ മുഴുവനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് അന്നത്തെ എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. നവ്യ തന്റെ ഭർത്താവിനെ തിരിച്ചറിയുന്ന ആ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് എപ്പിസോഡിലോട്ട് കിടക്കാം. ഓക്കെ, അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നവ്യാണ്. നവ്യ സോഫയിൽ ഇരുന്നോണ്ട് നെയിൽ പോളിഷ് ഇട്ടോണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പോഴാണ് ചന്തുമോളുടെ പിന്നാലെ ഭക്ഷണം കൊടുക്കാൻ ഓടി വരുന്ന നയനയെ കാണിക്കുന്നത്. ഇത് കണ്ടോണ്ട് തന്നെ നവ്യക്ക് വലിയ ദേഷ്യം വരികയാണ്. ചന്തുമോൾ ആണെങ്കിൽ അറിയാതെ നവ്യയുടെ കൈ തട്ടുന്നുണ്ട് കേട്ടോ. കയ്യിലുണ്ടായിരുന്ന നെയിൽ പോളിഷ് താഴോട്ട് വീഴുന്നുണ്ട്. വിലപിടിപ്പുള്ള നെയിൽ പോളിഷ് ആയതുകൊണ്ട് തന്നെ നവ്യക്ക് വലിയ ദേഷ്യം വരികയാണ്. എടി, നീ എന്താ ഇപ്പൊ ചെയ്തത്? എന്നാ നവ്യയുടെ ദേഷ്യം കാരണം ആകെ പേടിച്ച് വിറച്ചോണ്ട് ചന്തുമോള് നവ്യയുടെ മുഖത്തോട്ട് നോക്കി നിൽക്കാൻ കേട്ടോ. നിന്നോടാടി ചോദിച്ചത് എന്താ നീ ചെയ്തതെന്ന്. എന്താടി, നിനക്ക് വായില്ലേ? വാ തുറന്ന് സംസാരിക്കാൻ അറിയില്ലേ? ചന്തുമോളാണെങ്കിൽ നവ്യയുടെ ദേഷ്യം കാരണം ആകെ പേടിച്ച് വിറച്ചിട്ട് കരയുന്നുണ്ട്. എന്തിനാടി നീ കരയുന്നത്? കള്ളക്കണ്ണീർ ഒലിപ്പിക്കുന്നു. ഞാൻ എന്താടി നിന്നെ തല്ലിയോ? അങ്ങ് ചുമ്മാ കിടന്ന് അഭിനയിച്ച് കരയാന് കൊള്ളാലോടി നീ ആള്. എന്നാ നയനയാണെന്നുണ്ടെങ്കിൽ ചന്തുമോളെ തിരക്കാണ് കേട്ടോ. അപ്പുറത്തുള്ള റൂമിലൊക്കെ ചന്തുമോളെ തിരക്കുന്നുണ്ട്. അവിടെയൊന്നും കാണുന്നില്ല. ആ സമയത്താണ് വഴക്ക് പറയുന്ന നവ്യയുടെ അടുത്തോട്ട് ജലജ വരുന്നത്. നീ ഇതിന് നവ്യ ഈ പെണ്ണിന് വഴക്ക് പറയുന്നത്? ഇനി ഇതെങ്ങാനും ആരെങ്കിലും കണ്ടോണ്ട് വന്നാലേ നിന്നെ അവര് വെറുതെ വഴക്ക് പറയും. ഈ പെണ്ണെ അത്ര നിസ്സാരക്കാരിയൊന്നുമല്ല. വള്ളി പുള്ളി തെറ്റാതെ നമ്മൾ പറഞ്ഞത് മുഴുവനും അവിടെ കൊണ്ടു കൊടുക്കും. പ്രത്യേകിച്ച് അവളുടെ നയനാമ്മയുടെ അടുത്ത്. ഇത് കേട്ടപ്പോ നവ്യക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൾ ആരെടുത്താന്ന് വെച്ചാ പറഞ്ഞു കൊടുക്കട്ടെ. എന്റെ വിലപിടിപ്പുള്ള നെയിൽ പോളിഷ അവൾ തട്ടി താഴെ ഇട്ടിരിക്കുന്നത്. പിന്നെ ആ പണം ഞാൻ ഇവിടെ ആരുടെ കയ്യിൽ നിന്നും എറന്ന് വാങ്ങിയതൊന്നുമല്ല. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മോഡലിംഗ് ചെയ്ത് ഉണ്ടാക്കിയ കാശ് കൊണ്ട് മേടിച്ചതാ. അപ്പൊ എനിക്ക് അതിന് കുറച്ച് വിലയൊക്കെ കാണും. അതുകൊണ്ട് എന്റെ വില കൂടിയ നെയിൽ പോളിഷ് താഴെയിട്ട് ഇവളെ ഞാൻ വേണമെങ്കിൽ തല്ലും. ഇതും പറഞ്ഞുകൊണ്ട് തല്ലാൻ വേണ്ടി കൈ ഓങ്ങുന്ന സമയത്താണ് നയന അങ്ങോട്ട് വരുന്നത്. ചേച്ചി. അപ്പൊ തന്നെ നവ്യ നയനയെ നോക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി എന്താ ചെയ്തത്? ഞാൻ ചെയ്തിട്ടില്ലടി, ഞാൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇവളെ ഞാനുണ്ടല്ലോ. ചേച്ചി നിർത്ത്. നിനക്ക് എന്താടി, ഇത് നിന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ. ഇവളെ എന്റെ വിലപിടിപ്പുള്ള നെയിൽ പോളിഷ് തറയിലിട്ടതും പോരാ, അത് പൊട്ടി 4 ഭാഗത്തേക്ക് ചിന്നി ചിതറി. കുഞ്ഞുങ്ങളല്ലേ ചേച്ചി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ തട്ടി വീണെന്നിരിക്കും എന്നും കരുതി ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തല്ലാവോ? നിന്റെ ഒന്നും അല്ലല്ലോ നഷ്ടപ്പെട്ടത്, എന്റേതല്ലേ. അതും ഞാൻ അധ്വാനിച്ച് വാങ്ങിയത്. അതിനെനിക്ക് കുറച്ച് വിലയൊക്കെ കാണും. ചേച്ചി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഒരു ചെറിയ നെയിൽ പോളിഷിന്റെ പേരിലാ ഈ കുഞ്ഞിനെ വെറുതെ വഴക്ക് പറയുന്നത്. ആ സമയത്ത് ജലജ പറയുന്നുണ്ട് കേട്ടോ. നവ്യേ, ഇവളിപ്പോ വലിയ പണക്കാരിയല്ലേ, അതുകൊണ്ട് നീ അധ്വാനിച്ച് വാങ്ങുന്ന നെയിൽ പോളിഷിനൊന്നും ഇവക്ക് വില കാണത്തില്ല. വേണമെങ്കിലേ ഈ നെയിൽ പോളിഷ് കോടിക്കണക്കിന് വേണമെങ്കിലും ഇറക്കി തരാം. അത്രയ്ക്കും വലിയ ഡിസൈനർ അല്ലേ. പിന്നെ ഭർത്താവ് അവൻ വലിയ MD അല്ലേ. ഇതൊക്കെ കിട്ടാൻ തുമ്പിയെ പിടിക്കുന്ന ലാഘവം മാത്രമേ ഇവക്കുള്ളൂ. ദേ അപ്പച്ചി, ചേച്ചി വെറുതെ ഓരോന്ന് പറഞ്ഞ് ചൂട് പിടിപ്പിക്കരുത്. ആഹാ, കൊള്ളാലോ. ഇപ്പൊ ഞാനാണോ ഇവളെ ചൂട് പിടിപ്പിക്കുന്നത്? നീയൊക്കെ കൂടി ചെയ്യുന്ന പ്രവൃത്തിയൊന്നും സഹിക്കാൻ കഴിയാതാണ് നവ്യ ഇങ്ങനെ ഓരോന്ന് പൊട്ടിത്തെറിച്ച് പറയുന്നത്. എന്തിനാ അമ്മ ഇവളെ പറഞ്ഞ് ധരിപ്പിക്കുന്നത്? എനിക്ക് എന്റെ നെയിൽ പോളിഷ് കിട്ടണം. ഞാൻ 1/2 മണിക്കൂർ തരാം. അതിനുള്ളിൽ എനിക്ക് എന്റെ നെയിൽ പോളിഷ് കിട്ടിയേ പറ്റൂ. ഇനി അഥവാ കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇവളെ ഞാൻ ശരിയാക്കും. നോക്കിക്കുന്നതിനെ. എന്താ ചേച്ചി ഇതൊക്കെ? ഒരു നെയിൽ പോളിഷ് അല്ലേ? ഇന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ചേച്ചിക്ക് അത് വാങ്ങിച്ചെന്നിരിക്കും. ഇന്നത്തെ ദിവസമല്ല, എനിക്ക് ഇപ്പൊ കിട്ടണം. വെറും 1/2 മണിക്കൂർ. ഇതിനുള്ളിൽ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലേ നിന്റെ ഈ കുഞ്ഞുണ്ടല്ലോ ദത്തുപുത്രി, ഇവളെ ഞാൻ എന്ത് ചെയ്ത് നീ നോക്കിക്കോ. ദത്തുപുത്രിയോ? ആരുടെ ദത്തുപുത്രി? ഇതെന്റെ സ്വന്തം മകളാ. അങ്ങനെ നീ പറയും. പക്ഷേ ഇതൊക്കെ അറിയാവുന്നവർ അങ്ങനെ ഒരിക്കലും പറയില്ല. എടി, നിന്റെ വയറ്റിൽ ഇപ്പൊ ഒരു കുഞ്ഞുണ്ടല്ലോ, അതിനോട് എനിക്ക് ശത്രുതയൊന്നുമില്ല. അതുകൊണ്ടാ നിന്നെ കൂടുതൽ ഞാൻ വഴക്കൊന്നും പറയാത്തത്. എന്ന് കരുതി നീ എന്റെ തലേ കയറി നിറങ്ങാൻ വന്നാലുണ്ടല്ലോ, പിന്നെ നവ്യയുടെ തനി സ്വരൂപം നവ്യ പുറത്തെടുക്കും. അത് നിനക്ക് അറിയാലോ.
ചേച്ചി, കുഞ്ഞിന്റെ നേർക്ക് ചേച്ചി എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ പിന്നെ ചേച്ചി ആയിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. നിർത്തടി, നീ ഇങ്ങനെ ഇവളെ വക്കാലത്ത് പിടിക്കാൻ. ഇവള് നിന്റെ സ്വന്തം കുഞ്ഞൊന്നും അല്ലല്ലോ, നിന്റെ ചോരയിലുണ്ടായ കുഞ്ഞല്ല, പിന്നെ നിന്റെ ഭർത്താവിന് വല്ലവരിലുണ്ടായ കുഞ്ഞാ. ആയിക്കോട്ടെ, അതിന് എനിക്കൊരു പരാതിയും ഇല്ലല്ലോ. അതന്നെ ഞാൻ ചോദിക്കുന്നത്, എന്താടി നിനക്ക് പിന്നെ പരാതി ഇല്ലാത്തത്? ഏതൊരു പെണ്ണാണെന്നുണ്ടെങ്കിലും എന്റെ ഭർത്താവ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയം അവരിൽ നിന്നും ഡിവോഴ്സ് വാങ്ങി പോവും, പരമാവധി ശിക്ഷ അവന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാ നീ ഇവിടെ ചെയ്തത് എന്താ? എനിക്കിപ്പോ സംശയമുണ്ട്, എന്നെക്കാളും സ്വത്തിന് അത്യാഗ്രഹിയാണ് നീയെന്ന്. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും ആ നാണം കെട്ട ആദർശ് എന്ന് പറയുന്ന മഹത് വ്യക്തിക്ക് നീ വലിയ സപ്പോർട്ട് കൊടുക്കുന്നത്. ചേച്ചി നിർത്തിക്കോ, എന്റെ ഭർത്താവിനെ കുറിച്ച് ഇത്തരം രീതിയിൽ മോശമായിട്ട് സംസാരിക്കരുത്. എടി, എന്റെ ഭർത്താവ് എന്തോ വലിയ നന്മമരാണെന്ന് തോന്നുന്നു. നിന്റെ സംസാരം കേട്ടാലേ ഇപ്പൊ എനിക്ക് അതാ തോന്നുന്നത്. സത്യം പറഞ്ഞ എന്റെ അഭിയൊക്കെ ആദർശിനെ കണ്ട് പഠിക്കാതിരുന്നത് എത്രയോ ഭേദമാണെന്നാ ഞാൻ ഇപ്പൊ കരുതുന്നത്. പിന്നെ നിന്റെ ഭർത്താവുണ്ടല്ലോ, അങ്ങേർക്ക് എന്നെ കിട്ടാത്തതിലുള്ള ഒരു ദേഷ്യമുണ്ട് എന്ന് വെച്ചാ ഒരു തരം കാമഭ്രാന്ത്. അതെനിക്ക് പറയുന്നതിൽ ഒരു മടിയില്ല. ചേച്ചി, അതെനിക്ക് പറയുന്നതിൽ ഒരു മടിയില്ലടി. അയാളുടെ ചില നേരത്തെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോ എന്നോട് പലപ്പോഴും അഭി പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് നിന്റെ മേലും കാണും കണ്ണെന്ന്. ഇത് കേട്ടപ്പോ നയനിക്ക് ഒരുപാട് അങ്ങ് ദേഷ്യം വരണം കേട്ടോ. അവൻ അങ്ങനെ ചേച്ചിയോട് പറഞ്ഞു. അഭി അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് എനിക്ക് അയാളിൽ നല്ല സംശയം തോന്നി തുടങ്ങിയത്. എന്നെ വലിയ രീതിയിൽ ഒരിടയിൽ അയാൾ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെ ഒക്കെ പിന്നിൽ അയാൾ തന്നെയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ചേച്ചി എന്താ പറഞ്ഞോണ്ട് വരുന്നത്? അന്ന് ചേച്ചിയെ സഹായിക്കാൻ വേണ്ടി ആദർശേട്ടൻ ചെയ്ത സേവനമൊക്കെ വെറും ആദർശേട്ടന്റെ കളികളായിരുന്നോ? അതേടി, അങ്ങേരെ എന്നെ ഒന്ന് വട്ടം തിരിപ്പിക്കാൻ വേണ്ടി കാണിച്ച കളികളായിരുന്നു ഇതൊക്കെ. ശരിക്കും പറഞ്ഞ ആ നിർമ്മലിനെ ആദർശ് കാശു കൊടുത്ത് വിലക്ക് വാങ്ങിയതാ. അപ്പൊ ജലജ പറയുന്നുണ്ട്, അതേ മോളെ, അതാണ് എനിക്കും സംശയം തോന്നുന്നത്. അന്ന് അബിയുടെ പേരും പറഞ്ഞ് നിന്നെ ഒരുപാട് അവർ കുറ്റപ്പെടുത്തിയില്ലേ? അബിക്ക് നിന്റെ കുഞ്ഞിൽ സംശയം വരെ തോന്നാൻ കാരണം ഇവളുടെ ഭർത്താവാ ആദർശ് എന്ന് പറയുന്നവൻ. അപ്പച്ചി എടി, അപ്പച്ചി തന്നെയാ പറയുന്നത്. ഞങ്ങൾക്കൊക്കെ ആ സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആദർശിന് അത്രത്തോളം വിശ്വാസം ഇല്ലെന്ന് അർത്ഥം. അപ്പച്ചി, നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആദർശേട്ടനെ കൈ പിടിച്ച് മടിയിൽ വെച്ച് ഭക്ഷണം കൊടുത്ത് വളർത്തി ഉണ്ടാക്കിയ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആദർശേട്ടനെ കുറിച്ച് പറയാവോ? എടി, അതൊക്കെ അന്നത്തെ കാലം. പണവും പ്രശസ്തിയുള്ളവർക്കൊക്കെ ഇതുപോലുള്ള ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ ആദർശിനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. എന്നാലും എന്റെ മോൻ ആദർശിനെ പോലെയുള്ള കളികളൊന്നും ഇല്ലായിരുന്നു. അല്ലറ ചില്ലറ പെൺപിള്ളേരുടെ കൂടെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ടെങ്കിലും എന്റെ മോൻ ഇതുപോലെ ആരെയും വഴി പിഴപ്പിച്ചിട്ടില്ല. കേട്ടല്ലേ നീ അമ്മ പറഞ്ഞത്? അതാണ് നിന്റെ ഭർത്താവിന്റെ മഹത്വം. ഇനി നീ കൂടുതലൊന്നും അയാളെ കുറിച്ച് പരിശുദ്ധനാക്കി വിളമ്പാൻ നിൽക്കണ്ട. ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, മോളെ, ഇവളോടൊക്കെ സംസാരിച്ച് വെറുതെ സമയം കളയണ്ട, വെറുതെ ടൈം വേസ്റ്റ് ആക്കുക. ഇതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ജലജ പോവാണ് കേട്ടോ. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ചേച്ചി ഒന്ന് നിന്നേ. എന്താ മോള് താഴെ പോയി കളിച്ചോ, അമ്മ അങ്ങോട്ട് വരാട്ടോ. ശരി. ഇതും പറഞ്ഞ് ചന്തമോൾ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്തിനാടി അവളെ പറഞ്ഞയച്ചത്? കേൾക്കാനുള്ളതേ അവള് കേക്കട്ടെ. അവളുടെ പുന്നാരച്ഛന്റെ മഹത്വം. ചേച്ചി എന്താ എന്റെ ആദർശേട്ടനെ കുറിച്ച് പറഞ്ഞത്? ചേച്ചിയുടെ പിന്നാലെ എന്റെ ആദർശേട്ടൻ നടന്നെന്നോ? അയാളങ്ങനെ പല സേവനവും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോ ആദർശേട്ടൻ ചെയ്തു തന്ന സഹായമൊക്കെ ചേച്ചിയോടുള്ള പ്രണയത്തിന്റെ പുറത്താണെന്നാണ് ചേച്ചി പറഞ്ഞോണ്ട് വരുന്നത്. അതേടി, നിന്റെ ഭർത്താവിന് എന്റെ മേലൊരു നോട്ടം ഉണ്ടെന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് വാസ്തവം തന്നെയാ. അതുകൊണ്ടാണ് നയനെ പറയുന്നത്, ഇനിയും നിനക്ക് ചിന്തിക്കാനുള്ള സമയമുണ്ട്. പക്ഷേ അയാളുടെ കുഞ്ഞ് നിന്റെ വയറ്റിലും ചെന്ന് പറഞ്ഞില്ലേ, ആ കുഞ്ഞ് ജനിച്ചാലും ഇനി നിനക്ക് വളർത്താന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കൊള്ളാം ചേച്ചി, ഒരു അനിയത്തിയുടെ ഭർത്താവിനെ കുറിച്ച് എങ്ങനെയൊക്കെ പറയുന്നത്. ആ അനിയത്തിയോട് പറയാൻ പറ്റിയ വാക്കുകളാ ഇതൊക്കെ. ഇതൊന്നും പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല നയനെ, ഇതൊക്കെ നീയൊക്കെ കൂടി എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. എന്റെ അബിയുടെ എല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ, പിന്നെ അബിയുടെ ഭാര്യയായിട്ട് നിൽക്കുന്ന ഞാൻ എന്തിനാ ഇതൊക്കെ വായി വെച്ച് മൂടി നിൽക്കുന്നത്? പറയേണ്ടതൊക്കെ എനിക്ക് അപ്പപ്പ തന്നെ പറയണം. എന്റെ അബി ഇല്ലായിരുന്നെങ്കിലേ ഈ ആദർശിന്റെ ഇത്രയും വൃത്തിയുടെ സ്വഭാവം ഒന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. അബിയാണ് അയാളെ കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നീ മനസ്സിലാക്ക്, ഇല്ലാന്നുണ്ടെങ്കിലേ സ്വത്തിന് വേണ്ടി അയാളെ പറ്റിച്ചേർന്ന് നിന്നോ നീ. നമ്മുടെ അമ്മയ്ക്ക് പണ്ടേ സ്വത്തുള്ള വീട്ടിലേക്ക് കെട്ടിച്ചേക്കണം എന്നാണ് ആഗ്രഹം. അതുപോലെ തന്നെ നമ്മള് രണ്ടുപേരും അങ്ങനെ വന്നു. അതുകൊണ്ട് അമ്മ ആ വൃത്തിയേട്ടന്റെ കൂടെ നിന്നോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനേ പറയത്തുള്ളൂ. പക്ഷെ നീ തീരുമാനിക്കണം നിന്റെ കാര്യങ്ങള്. പല പെണ്ണുങ്ങളെയും വഴി പിഴപ്പിച്ച് നടക്കുന്ന നിന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കണോ വേണ്ടയോ എന്ന്. അങ്ങേരെ പോലെ ഒരു വൃത്തിയേട്ടവനെ ഭർത്താവായി കരുതിനേക്കാളും ഭേദം ആ ബന്ധം അങ്ങ് വേണ്ടാന്ന് വെക്കുന്നതടി. ഇത് പറഞ്ഞപ്പോ തന്നെ നയനയുടെ കൈ തരുത്ത് വരുന്നുണ്ട് കേട്ടോ. നയന ഒരൊറ്റ ഒന്ന് നവ്യയുടെ മുഖം നോക്കി അങ്ങ് കൊടുക്കാണ്. നിർത്ത്, മതി. നീ ഒരു അക്ഷരം നീ എന്റെ ആദർശേട്ടനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. നീ എന്തിനടി എന്നെ തല്ലിയത്? തല്ലിയ കാര്യം പറയാം. അതിനു മുമ്പേ നീ ഒരു കാര്യം ഓർത്തോ, ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കേണ്ടി വരുന്ന സന്ദർഭത്തെ കുറിച്ച്. അങ്ങനെ ഒരു കാര്യ ഞാൻ പറയാൻ പോകുന്നത്. ചേച്ചി എന്നെ അത് കേട്ടേ മതിയാവൂ. എന്തിനാ ഇങ്ങനെ ഒരുത്തിന് വേണ്ടി എന്റെ ആദർശേട്ടൻ ബലിയാടാകുന്നത്? അറിയോ, ചേച്ചിയുടെ ഭർത്താവ് ഒരു വഞ്ചകനാ. ചേച്ചിയെ ദിവസം കൂടുന്തോറും
പറ്റിച്ചോണ്ടിരിക്കുക ദുഷ്ടൻ. എന്റെ അബിയെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാലുണ്ടല്ലോ. അബിയെ കുറിച്ച് പറയാൻ വന്നപ്പോ തന്നെ ചേച്ചിക്ക് ഇത്രയും ദേഷ്യം. അപ്പൊ പിന്നെ എന്റെ ഭർത്താവിനെ ദിവസേന ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന എനിക്ക് എത്രത്തോളം ദേഷ്യം കാണും. തടിച്ച് പിടിച്ച് ക്ഷമിച്ച് നിൽക്കുന്നതിൽ ഒരു പരിധിയൊക്കെ ഉണ്ട്. ചേച്ചിയുടെ ഭർത്താവിന് വേണ്ടിയാ ഞാനും എന്റെ ആദർശേട്ടനും ഇത്രയും നാണക്കേട് സഹിക്കുന്നത്. ഇനി അത് പറ്റില്ല. ചേച്ചി എന്ത് ചെയ്താലും വേണ്ടിയില്ല. എന്റെ ഭർത്താവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി നിർത്താൻ വേണ്ടിയിട്ട് പറയേണ്ടത് ഞാൻ പറയും. ചേച്ചി എപ്പോഴും അബിയെ പരിശോധനാക്കുന്നുണ്ടല്ലോ. എപ്പോഴെങ്കിലും ചേച്ചി അബിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല. ചേച്ചിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടുന്നുണ്ടാവില്ല. ചേച്ചി ഗർഭിണിയായിരിക്കുമ്പോഴും അവൻ പല പെൺപിള്ളേരുടെ കൂടെ കറങ്ങി നടക്കുമായിരുന്നു. റൂം എടുത്തിട്ടും അവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ടും. എടി നയനെ, നിർത്തിക്കോ. ഇതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. നിന്റെ ഭർത്താവിനെ മോശക്കാരനായി ചിത്രീകരിച്ചപ്പോ നീ എന്റെ ഭർത്താവിനെ കുറിച്ച് ഓരോന്ന് പറയുവാണോ? അല്ല, തെളിവ് സഹിതം ഈ നയനയുടെ കയ്യിലുണ്ട്. തെളിവ് സഹിതം ചേച്ചി അറിഞ്ഞാ പിന്നെ കൂടുതലൊന്നും പറയത്തില്ലല്ലോ. എന്നാ കേട്ടോ, ചേച്ചിയുടെ ഭർത്താവും ചന്തുമോളും ഇത് പറഞ്ഞുകൊടുക്കുന്ന സമയത്ത് തന്നെയാണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. നയനെ, ഇത് കേട്ടപ്പോ തന്നെ നയനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. നയനെ, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ആദർശേട്ടാ, സഹിക്കുന്നില്ല, ഒരു പരിധിയൊക്കെ ഉണ്ട്. ആദർശേട്ടനെ കുറിച്ച് എന്ത് വിളിച്ചു പറയാന്നാ ചേച്ചിയുടെ വിചാരം? അതൊക്കെ കേട്ടും കണ്ടും സഹിച്ചും ക്ഷമിച്ചും നിൽക്കാൻ എനിക്ക് പറ്റില്ല ആദർശേട്ടാ. ഇനിയെങ്കിലും ഇവര് സത്യം അറിയണം. നയനെ, നീ എന്ത് സത്യം അറിയിക്കാനാ? അമ്മ, നീ ഇവരോടൊന്ന് സംസാരിച്ച് സമയം കളയണ്ട. നീ വന്നേ നയനെ. അവരൊക്കെ പറയുന്നത് പറയട്ടെ. കുറച്ചു നേരം പറഞ്ഞു കഴിഞ്ഞാലേ വായ തന്നല്ല കടിയും. അപ്പൊ അവരത് നിർത്തും. ആദർശേട്ടാ, ഞാൻ നയനെ നിന്നോടല്ല വരാൻ പറഞ്ഞത്. നീ എന്താ ഞാൻ പറഞ്ഞത് അനുസരിക്കില്ലേ? വെറുതെ ഒരു വിഷയം ഉണ്ടാക്കാതെ. ഞാൻ നാളെ അങ്ങ് പോവില്ലേ? അപ്പൊ പിന്നെ നീ ഇവരുമായിട്ട് ഇങ്ങനെ വഴക്ക് കൂടണ്ട. പ്രത്യേകിച്ച് നീ അങ്ങനെ സ്ട്രെയിൻ എടുക്കാൻ പറ്റിയ സമയമല്ല. വന്നേ, ഇതും പറഞ്ഞ് നയനയെ വിളിച്ചോണ്ട് പോവാൻ കേട്ടോ. ആ സമയത്ത് മൊത്തത്തിൽ കൺഫ്യൂഷനായി ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന നവ്യയെ കാണിക്കുന്നുണ്ട്. നവ്യ ആണെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചു മറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. അന്നേരം നവ്യയുടെ മനസ്സിലേക്ക് ഓരോ ചിന്താഗതികൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഇനിയൊരു പക്ഷേ ഞാൻ കരുതിയതൊന്നും ആയിരിക്കില്ലേ സത്യം? എന്തൊക്കെയോ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. സത്യങ്ങളൊന്നും ഞാൻ മാത്രം തിരിച്ചറിയുന്നില്ല. അബിയെക്കുറിച്ച് നയന എന്തൊക്കെയോ പറയാൻ വന്നു. പക്ഷെ അയാള് വന്നതുകൊണ്ട് നയനയ്ക്കൊന്നും പറയാൻ പറ്റില്ല. മനഃപൂർവ്വം അയാൾ നയനയെ പിന്തിരിപ്പിച്ചു. എന്തൊക്കെയോ ഞാൻ അറിയാത്തത് എന്റെ ചുറ്റിലും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയണം. ആ സമയത്താണ് നവ്യയുടെ കുഞ്ഞു കരയുന്ന ശബ്ദം കേൾക്കുന്നത്. ഇത് കേട്ടപ്പോ തന്നെ നവ്യ നേരെ മുറിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ബാത്റൂമിൽ നിന്നും ഫോൺ ചെയ്തുകൊണ്ട് അബി നേരെ പുറത്തോട്ട് ഇറങ്ങുന്നത് കാണുന്നത്. നവ്യയെ കണ്ടേ പാടെ തന്നെ അബി ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. നവ്യ, നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ആഴയില്ലായിരുന്നോ? ഞാൻ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടെ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. ആ സമയത്തൊക്കെ ഒരു ഞെട്ടലോടെ അബിയെ നോക്കി നിൽക്കാൻ കേട്ടോ നവ്യ. നവ്യ, നിനക്കിത് എന്ത് പറ്റി? നവ്യേ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഒന്ന് ആക്റ്റീവ് ആവ്. അതല്ല, നീ എന്താ ഫോൺ വിളിച്ചോണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്? ഓ അതോ, അത് പിന്നെ ഞാൻ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു എനിക്കൊരു കോള് വന്നത്. അപ്പൊ പിന്നെ ആ കോള് അവിടെ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്തതാ. ഒരു ജോലിയുടെ കാര്യമാണ്. എന്നെ ഇവിടെ നിന്ന് ജോലി എന്നൊക്കെ പിരിച്ചു വിട്ടില്ലേ. അപ്പൊ പിന്നെ താൽക്കാലികമായിട്ട് ഒരു ജോലി കണ്ടെത്തിയല്ലേ പറ്റൂ. അതുകൊണ്ടല്ലേ നവ്യേ നീ എന്തിനിങ്ങനെ സംശയിക്കുന്നത്? ഓ ദേ നോക്കി, നമ്മുടെ കുഞ്ഞ് കരയുന്നു. നീ കുഞ്ഞിന് കുറച്ച് പാല് കൊടുക്കേ. ദേ ഞാനേ അപ്പോഴേക്കും ഒന്ന് താഴെ പോയിട്ട് ടപ്പേ നിങ്ങ് വരാം. നവ്യ ആണെന്നുണ്ടെങ്കിൽ അവയുടെ ഓരോ നീക്കങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നയനയാണ് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നിന്റെ ചേച്ചിയുടെ സ്വഭാവം നിനക്കറിയാലോ. അതൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തിയാ പോരെ. എന്നാലും ആദർശേട്ടൻ എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് എല്ലാം സഹിക്കേണ്ടി വരുമല്ലേ? നയനെ, ചിലതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. കുടുംബം നിലനിൽക്കാൻ വേണ്ടിയിട്ട് പലതും ഉള്ളിൽ ഒതുക്കേണ്ടി വരും. പക്ഷേ ആ ദുഷ്ടന് വേണ്ടിയല്ലേ എല്ലാം ആദർശേട്ടൻ ഉള്ളിൽ ഒതുക്കുന്നത്. എന്നാ അതിനുള്ള നന്ദി കുറച്ചെങ്കിലും അവൻ നമ്മളോട് കാണിക്കുന്നുണ്ടോ ആദർശേട്ടാ? അതാലോചിക്കുമ്പോ എനിക്കും ദേഷ്യം വരാറുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നയനെ? അവന്റെ സ്വഭാവം അങ്ങനെയായി പോയില്ലേ. കരുതി നമ്മൾ വിട്ടുകൊടുക്കണം എന്നാണ് ആദർശേട്ടൻ പറയുന്നത്. ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ എനിക്കിപ്പോ നാളെ പോയല്ലേ പറ്റൂ. അതിനിടക്ക് വെറുതെ ഒരു വിഷയം ഉണ്ടാക്കണ്ട. നീ ഇപ്പൊ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരു തീരുമാനം ഉണ്ടാക്കാം. എന്നാലും ആദർശേട്ട പോയി കഴിഞ്ഞാലും ചേച്ചി ഇതും പറഞ്ഞ് എന്നെ ഇങ്ങനെ കുത്തി നോവിച്ചോണ്ടിരിക്കും. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മള് നേരത്തെ പറഞ്ഞില്ലേ, അബിയെ വിളിച്ചിട്ട് അവന്റെ ഭാര്യ നമ്മുടെ എതിരാളികളുടെ പരസ്യം അഭിനയിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി അബിയെ നമുക്ക് വിളിപ്പിക്കാം. അതിന്റെ പുറമെ നമുക്കൊരു വാണിംഗ് കൂടി കൊടുക്കാം. അവന്റെ ഭാര്യയെ ഒതുക്കി നിർത്തേണ്ടത് അവനല്ലേ? എന്നാലും ആദർശേട്ട, ആ ദുഷ്ടൻ ആദർശേട്ടനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയില്ലേ? അവൻ പറഞ്ഞേക്കുവാ ആദർശേട്ടൻ ചേച്ചിയെ മോശമായി കണ്ണുകൊണ്ടാണ് നോക്കുന്നതെന്ന്. അതിനുള്ളതൊക്കെ ഞാൻ അവന് കൊടുത്തോളാം. ഇപ്പൊ എനിക്ക് പോവേണ്ട ഒരു ആവശ്യം വന്നു. തിരിച്ചെത്തിയിട്ട് അവനുള്ളതൊക്കെ ഞാൻ കൊടുത്തോളാം. നീയേ ഒരു കാര്യം ചെയ്യ്, ചെന്ന് അബിയെ വിളിക്കേ. പറയാനുള്ളതൊക്കെ നമുക്ക് അവനോട് പറയാം. ശരി ആദർശേട്ടാ,
ഞാൻ അവനെ വിളിച്ചോണ്ട് വരാം. ഇതും പറഞ്ഞുകൊണ്ട് നയന നേരെ അബിയുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ. ആ സമയത്താണ് നവ്യയെ കാണിക്കുന്നത്. നവ്യ ആണെങ്കിൽ കുഞ്ഞിന് എന്തൊക്കെയോ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അബി ഫോൺ ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ. അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നവ്യ കാണുന്നുണ്ട് കേട്ടോ. അബി അബി എന്നുള്ള ശബ്ദം കേട്ടപ്പോ തന്നെ അബി പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഏട്ടത്തിയോ? എന്താ നീ ഞെട്ടിയോ? ഞാനെന്തിനാ ഞെട്ടുന്നത്? നീ ഫോൺ ചെയ്യുന്നവരൊക്കെ എന്തെങ്കിലും ഒപ്പിക്കാനായിട്ട് വിളിക്കുന്നവരായിരിക്കും. അത് വേറുള്ളവർ കേൾക്കുന്നത് നിനക്ക് പേടി സ്വപ്നമാണല്ലോ. ഏട്ടത്തി എന്തിനാ എപ്പോഴും കാണുമ്പോ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കുറച്ച് നല്ല പോലെയൊക്കെ ഏട്ടത്തിക്ക് എന്നോട് സംസാരിച്ചൂടെ? ആർക്കാടാ നിന്നോട് നന്നായിട്ട് സംസാരിക്കാൻ തോന്നുന്നത്? നീ പോലുള്ള ഒരു മൃഗത്തിനോട് സംസാരിക്കുന്നതാ എന്റെ ഒക്കെ കഴിവ്. ഏട്ടത്തി ഇപ്പൊ ഇത്രയൊക്കെ പറയാൻ മാത്രം ഞാൻ എന്താ ചെയ്തത്? എന്റെ ജോലി ഉള്ളതൊക്കെ നിങ്ങൾ കളഞ്ഞില്ലേ? ഒരു ജോലിക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചോണ്ട് നിൽക്കുക. ആ സമയത്താണോ എടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഹെടാ, നിന്റെ വേലയൊക്കെ മടക്കി അങ്ങ് പെട്ടിയിലാക്കി നീ തന്നെ അങ്ങ് വെച്ചേക്ക്. അതൊന്നും ഇവിടെ എടുക്കാൻ നിക്കണ്ട. എന്റെ ചീച്ചിയെ നീ എന്തൊക്കെ പറഞ്ഞിട്ടാടാ പൂട്ടിലാക്കി വെച്ചേക്കുന്നത്? അതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ അറിയുന്നുണ്ട്. എണ്ണി നിന്നെ കൊണ്ട് അനുഭവിപ്പിക്കാടാ ഞാൻ. ഏട്ടത്തി എന്ത് വേണമെങ്കിലും ചെയ്യെങ്കിലും ഞാനൊക്കെ അനുഭവിക്കാൻ വേണ്ടിയാണല്ലോ ഭൂമിയിലോട്ട് പിറന്നു വീണത്. ഇതൊക്കെ പിന്നെ എന്റെ തലയിലെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. ഏട്ടത്തി ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് വഴക്ക് പറയാനാണ് ഇങ്ങോട്ട് വന്നത്? അല്ലടാ, നിന്നെ ഒന്ന് ആദർശേട്ടനെ കാണണം. ചില കാര്യങ്ങളൊക്കെ നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുണ്ട്. വാ. ഞാൻ എങ്ങോട്ടും ഇല്ല. എനിക്കൊരു ജോലിക്കാരൻ ശരിയായിട്ടുണ്ട്. അതിനൊരു തിരക്കില്ല ഞാൻ. ഇപ്പൊ വരാൻ പറ്റത്തില്ല. നീ വരില്ലേ? ഇപ്പൊ വരാൻ പറ്റത്തില്ല. അപ്പൊ നീ വരില്ലല്ലേ? എന്നൊരു കാര്യം ചെയ്യാം. ഞാൻ എന്റെ ചേച്ചിയോട് പല സത്യങ്ങളും വിളിച്ചു പറയാൻ പോവാ. അയ്യോ, അതൊന്നും വേണ്ട. എങ്ങോട്ടാന്ന് വെച്ച് ഞാൻ വരാം. ആദർശേട്ടൻ എവിടെയുള്ളത്? മുറിയിലുണ്ട്. അങ്ങോട്ട് വാ. ഏട്ടത്തി നടന്നോ? ഞാൻ അങ്ങോട്ട് എന്നോളാം. പറ്റില്ല. വരുന്നുണ്ടെങ്കിൽ നീ എന്റെ കൂടെ വാ. ഒരുമിച്ച് പോവാം. ശരി, വരാം. ഇതും പറഞ്ഞുകൊണ്ട് നയനയുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ഇതൊക്കെ നവ്യ നല്ല ശ്രദ്ധിച്ച് കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവർ പറയുന്നൊന്നും കേൾക്കുന്നില്ല. അഭി എന്തിനായിരിക്കും നയനെ വിളിച്ചപ്പോ തന്നെ പോയത്? ഇവൻ എന്തിനാ അവരെ ഭയക്കുന്നത്? ഇതാണ് എനിക്ക് സംശയം ഉണ്ടാക്കുന്നത്. എന്തൊക്കെയോ ഞാൻ അറിയാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അറിയാത്ത എന്തൊക്കെയോ സത്യങ്ങൾ അതറിഞ്ഞേ പറ്റൂ. അങ്ങനെ നവ്യാണെന്നുണ്ടെങ്കിൽ നേരെ കുഞ്ഞിനെ ജലജയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജലജയാണെങ്കിൽ കണ്ണാടിയിൽ നോക്കി മേക്കപ്പ് ഇട്ടുകൊണ്ട് നിൽക്കാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നവ്യ വരുന്നത്. അമ്മേ, ഇത് കണ്ട ജലജ പറയുന്നുണ്ട്, ഓ ഇപ്പൊ എന്തിനാ ഇവളെ ഇങ്ങോട്ട് കെട്ടി എന്നുവിളിച്ചത്? എന്താ നവ്യേ? അമ്മ ഒന്ന് കുഞ്ഞിനെ പിടിച്ചേ. കുഞ്ഞിനെ പിടിക്കാനോ? അമ്മേ, കുഞ്ഞിന് നന്നായിട്ട് വിശക്കുന്ന പോലെ കുഞ്ഞിനൊരു കുറുക്കുണ്ടാക്കാനാണ്. അല്ല, നീയല്ലേ ഇപ്പൊ കുറച്ചു നേരത്തെ മുമ്പ് കുഞ്ഞിന് എന്തോ ഉണ്ടാക്കിയത്? അത് ചീത്തയായി പോയ അമ്മേ. ഇത്ര പെട്ടെന്ന് ചീത്തയാവോ? അത് ചീത്തയായി പോയി. ഷോ, എന്നാലും ഞാൻ കുഞ്ഞിന് വിശന്നിട്ടില്ലേ? അമ്മ ഒന്ന് കുഞ്ഞിനെ പിടിക്കുന്നേ. ശരി. ഇതും പറഞ്ഞ് കുഞ്ഞിനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ അവിടുന്ന് പോകുന്നുണ്ട്. ഓ, ഈ കുട്ടിപ്പിശാച് കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എടാ, നീ ജനിച്ച അന്ന് മുതൽ തുടങ്ങിയതാ എന്റെ തലവേദന. നീ എന്നെ കൊണ്ടേ പോവുള്ളൂന്ന് തോന്നുന്നു. ഓ, അവന്റെ ഒരു ചിരി കണ്ടില്ലേ? ഒരു നിവൃത്തി ഇല്ലാതായിപ്പോയി. ഇല്ലാന്നുണ്ടെങ്കിലേ നിന്നെ കൊല്ലാനും ഞാൻ മടിക്കത്തൊന്നുമില്ല. ഇവൻ എന്തിനാ വീണ്ടും ഇങ്ങനെ ചിരിക്കുന്നത്? ഇതും പറഞ്ഞ കുഞ്ഞിനോടാണ് കേട്ടോ ജലജ ദേഷ്യം പിടിക്കുന്നത്. അവളുമായി കൂടുതലൊന്ന് അടുത്ത് നോക്കിയപ്പോഴോ ഏതു നേരം ഇതിനെ എന്റെ കൈ കൊണ്ട് തരും. പത്മനാഭ, നിന്നെ ഞാനിതേ ഇവിടെ കിടത്തി തരും. മിണ്ടാതെ വായും പൊട്ടി കരയാതെ ഇവിടെ കിടന്നോളണം. എനിക്ക് മേക്കപ്പ് ചെയ്ത് ഒരുങ്ങാനുള്ളതാ. ആ സമയത്താണ് കേട്ടോ ജലജയ്ക്ക് കുഞ്ഞിനെ നോക്കിയിട്ട് ഓരോന്ന് തോന്നുന്നത്. മുത്തശ്ശി എന്ന് വിളിക്കുന്ന പോലെയൊക്കെ തോന്നുന്നത് കേട്ടോ. എടാ, ആരുടെ നിന്റെ മുത്തശ്ശി? എനിക്ക് മുത്തശ്ശി ആവാനുള്ള പ്രായമൊന്നുമില്ല. ഛേ, എനിക്ക് തോന്നുന്നതാണെന്ന് തോന്നുന്നു. ഇത് പറഞ്ഞ് ജലജ വിഷമിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നവ്യാണ് കേട്ടോ. നവ്യ നേരെ നയനയുടെ മുറിയിലോട്ട് പോയപ്പോ നയനയുടെ റൂമിന്റെ കഥ കടച്ചിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് റൂമിനകത്താണ്. ആദർശേട്ടാ, നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിപ്പിക്കുന്ന സമയത്ത് നവ്യ എങ്ങാനും കണ്ടാലോ? കാണട്ടെടാ, നീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഒപ്പിച്ചു വെക്കുന്നത്. അപ്പൊ പിന്നെ ഇത് കണ്ടെന്ന് കരുതി എന്താ കുഴപ്പം? ഏട്ടനും ഏട്ടത്തിയും എന്തൊക്കെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കഴിയുന്ന പരമാവധി ഏട്ടനെയും ഏട്ടത്തിയും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറ് എന്റെ പതിവ്. അതിന് തന്നെ അവക്ക് എന്നെ സംശയാ. നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ നുണ പറയാൻ തോന്നുന്നത്? ഏട്ടത്തി, ഞാൻ നുണയല്ല പറയുന്നത്. നിർത്തരാ, മതി നിന്റെ നുണ പറച്ചിലൊക്കെ. ആദർശട്ടാ, ഇവന് വേണ്ടത് ഇവിടെ വെച്ചെന്നെ കൊടുത്താലോ? വേണ്ട, അവന് വേണ്ടതേ ഞാൻ പോയി വരട്ടെ, എന്നിട്ട് കൊടുക്കാം. ഏട്ടൻ ഏട്ടത്തി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളിപ്പോ ഏതോ വലിയ പരസ്യത്തിൽ അഭിനയിച്ച വലിയ സ്റ്റാർ ആയിരിക്കല്ലേ? അത് പിന്നെ നിങ്ങൾ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടല്ലോ. പിന്നെ കുഞ്ഞിന്റെ കാര്യം എന്റെ കാര്യമൊക്കെ നോക്കാൻ കാശ് വേണ്ട ഏട്ടാ. അത് നിനക്ക് ഇവിടുന്ന് കിട്ടുന്നില്ലേ? വേണ്ട കാശ് മാസാമാസം നിന്റെ കയ്യിലോട്ട് എത്തുന്നുണ്ടല്ലോ. അതും നിന്റെ ബാങ്കിലോട്ട് ഡയറക്റ്റ് അയച്ചു തരുന്നുണ്ട്. പിന്നെ ട്രസ്റ്റിൽ ഒരു അംഗം ആയതുകൊണ്ട് അത്യാവശ്യം പൈസയും സേവിങ്സും ഒക്കെ നിന്റെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാടാ എതിരാളികളുടെ കമ്പനി തന്നെ അവളെ പറഞ്ഞയച്ചത്? അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ, അവളെ എനിക്ക് എങ്ങനെ പറഞ്ഞ് തിരുത്താൻ പറ്റുമോ? അവക്ക് പണം വേണം. അവളുടെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ തരുന്ന കാശൊന്നും അവക്ക് തികയത്തില്ല. അവക്ക് എത്ര കാശ് വേണമെന്നുള്ളത് ചോദിച്ചാ മതി, അത് നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരും. പകരം അവളെ നീ പരസ്യത്തിന് വിടുന്നത് നിർത്തണം. അത് പിന്നെ ഏട്ടാ ഞാൻ എങ്ങനെ പറയണം? അതൊക്കെ നിന്റെ മിടുക്ക. ഇല്ലാന്നുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ നവ്യ അറിയും. ഷോ, ഇത് വലിയ കഷ്ടമാണല്ലോ. എല്ലാം കൊണ്ട് നിങ്ങളൊക്കെ കൂടി എന്നെ പരീക്ഷിക്കുകയാണോ? പരീക്ഷിക്കേടാ, എല്ലാം അവൾ അറിയട്ടെ. സത്യം അറിയുന്നതോ അതോ നീ പറഞ്ഞ് തിരുത്തുന്നതോ നല്ലത്. അയ്യോ, നവ്യോട് നിങ്ങൾ സത്യമൊന്നും പറയണ്ട. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കാം. അങ്ങനെ പറ. പിന്നെ നയൻ ഇപ്പൊ എന്നോട് ചില കാര്യങ്ങളൊക്കെ വന്നു പറഞ്ഞു. ഞാൻ നിന്റെ ഭാര്യയെ മോശമായ കണ്ണുകൊണ്ടാണ് കാണുന്നതെന്നൊക്കെ നിന്റെ ഭാര്യ പറഞ്ഞത്രേ. അതും അവളുടെ സ്വയം അഭിപ്രായമല്ല, നിന്റെ അഭിപ്രായമാണെന്ന്. നവ്യ അങ്ങനെ പറഞ്ഞോ? നവ്യ പറഞ്ഞു. നവ്യല്ല പറഞ്ഞത്, നീ പറഞ്ഞു കൊടുത്തിട്ടാണ് അവൾ അതങ്ങനെ പറഞ്ഞത്. അത് പിന്നെ ആദർശേട്ട ആദ്യമൊക്കെ എനിക്ക് ഏട്ടനോട് ദേഷ്യമുള്ളപ്പോഴൊക്കെ ഞാൻ അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ പറയാറില്ല. ഇന്നലെയും ചേച്ചിയോട് നീ ഇത് ആവർത്തിച്ച് പറഞ്ഞെന്നാ ചേച്ചി എന്നോട് പറഞ്ഞത്. നീ നിന്റെ ഭാര്യയെ പറഞ്ഞ് തിരുത്തിയാ നിനക്ക് നല്ലത്. അപ്പോ നയന പറയുന്നുണ്ട്, ചേച്ചി ഇനി ഇതുപോലെ മോശമായ രീതിയിൽ എന്നോട് സംസാരിക്കാൻ നിന്നാ നിയന്ത്രണം വിട്ട് ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞു നിന്നിരിക്കും. കേട്ടോടാ? ഞാൻ പരമാവധി അല്ല, ചേച്ചിയെ പറഞ്ഞ് നീ തിരുത്തണം. ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, നടക്കണം. ശരി, എന്നെ ഒന്ന് തുറന്നു വിട്. എങ്ങാനും നവ്യ എന്റെ പിന്നാലെ വന്ന് ഇതൊക്കെ കണ്ടുപിടിക്കും. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യ ആണെങ്കിൽ ഡോറിന്റെ പിന്നിൽ നിൽക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടോണ്ട് ജലജ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവളെന്താ ഇവിടെ ഒളിഞ്ഞു കേൾക്കുന്നത്? ഛേ, ഇനി വല്ല രഹസ്യം ഒളിഞ്ഞു കേൾക്കുമായിരിക്കോ? എന്തായാലും രണ്ടിലൊന്നും അറിയണം. ഛേ നവ്യ, നീ എന്തീ കാണിക്കുന്നത്? ഒളിഞ്ഞു കേൾക്കേ. അത് പിന്നെ അമ്മേ ഒന്നും പറയണ്ട. അത് പിന്നെ അമ്മേ, ദേ നോക്കിയ നവ്യെ, നീ ഈ ചെയ്യുന്ന പ്രവൃത്തിയെ ആ ദേവ്യാനി എങ്ങാനും കണ്ടോണ്ട് വന്നാലുണ്ടല്ലോ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്നറിയോ? പിന്നെ ദേവ്യാനി മാത്രല്ല, വേറെ ആര് കണ്ടോണ്ട് വന്നാലും ഇതേ രീതി തന്നെ പ്രതികരിക്കാം. ഇതിപ്പോ ഞാനായത് നന്നായി. ഛേ അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? ഞാൻ അവർ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേട്ടതൊന്നുമല്ല. എന്റെ ഭർത്താവ് അബി ഇതിനകത്തുണ്ട്. ഇത് അബിയോ? അബിയെ നയന അകത്തോട്ട് വിളിച്ചോണ്ട് പോയതാ. പിറകെ ചെന്നോക്കിയ ഞാനേ ഈ ഡോർ അടച്ചെടുക്കുന്നതാ കാണുന്നത്. അത്രമാത്രം എന്താ അബിയോട് അവർക്ക് പറയാനുള്ളത്? ഷേ, ഇവൻ എന്താ ഇങ്ങനെ? അമ്മേ, ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ രഹസ്യമായിട്ട് കിടക്കുന്നുണ്ടോ? അല്ല, അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ചിലരുടെയൊക്കെ മുനവെച്ചുള്ള സംസാരം ഉണ്ടല്ലോ, എനിക്ക് പലതും തോന്നുവോ? ദേ മോളെ, ഇവരൊക്കെ ഓരോന്ന് പറയുന്നുണ്ടെന്ന് കരുതിയിട്ടെ നീ അബിയെ വെറുതെ കുറ്റപ്പെടുത്തരുത്. അബി എന്നും അവന്റെ നിലനിൽപ്പേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതൊന്നും മറ്റുള്ളവർ മനസ്സിലാക്കാത്തതേ ഞാനൊരു പുറമ്പോക്കായതുകൊണ്ടാ. എന്റെ മക്കളാണല്ലോ അബി അവന്തികയൊക്കെ. അവന്തികയുടെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടക്കണം. അതുവരെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ പിടിച്ചു തൂങ്ങിയേ പറ്റൂ. എന്നാലും എന്തിനായിരിക്കും അബി അകത്തോട്ട് പോയത്? ഒന്നും അറിയില്ല അമ്മേ. നമുക്കേ ഒന്ന് മാറി നിൽക്കാം. അബി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇപ്പൊ അകത്തുനിന്ന് സംസാരം ഒന്നും കേൾക്കുന്നില്ല. എന്നാ പിന്നെ ദേ അങ്ങോട്ട് മാറി നിൽക്കാം. ഇതും പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരും ഒരു സൈഡിലോട്ട് മാറി നിൽക്കാട്ടോ. പിന്നെ കാണിക്കുന്നത് അബിയാണ്. ഡാ പോവാൻ വരട്ടെ. ഇനി എന്താ ഏട്ടാ? ദേ ഇപ്പൊ തന്നെ എന്നെ നവ്യ അമ്മയൊക്കെ തിരക്കുന്നുണ്ടായിരിക്കും. ഈ ഡോറും കൂടി അടച്ചു കിടക്കാണ്. അതും കൂടി കണ്ട അവർക്ക് സംശയമാവും. വെറുതെ എന്തിനാ ഏട്ടാ? സംശയം ഉണ്ടാവട്ടെടാ. അറിയാനുള്ളതൊക്കെ അവരറിയട്ടെ. അങ്ങനെയാണല്ലോ വേണ്ടത്. ഭാര്യ എന്നെ കുറ്റപ്പെടുത്തുമ്പോ ഞാൻ അനുഭവിക്കുന്ന വേദനയിൽ ഒരു അംശം പോലും നീ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ചിലതൊക്കെ നീ അഡ്ജസ്റ്റ് ചെയ്യ്. അതേ ആദർശേട്ടാ, അതൊക്കെ ഇവൻ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനിയും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ചേച്ചി സത്യം അറിയും. അതിന് ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പിന്നെ നവ്യ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ എത്രത്തോളം പറഞ്ഞാലും നവ്യ കേൾക്കുമെന്ന് എനിക്കറിയില്ല. നീ പറഞ്ഞാ കേൾക്കണം. നമ്മുടെ എതിരാളികൾക്കെതിരെ അവള് പരസ്യം ചെയ്യാൻ പാടില്ല. പിന്നെ അവളുടെ പ്രൊഫഷനെ ഞങ്ങൾ എതിർക്കുന്നൊന്നില്ല. മാന്യമായ രീതിയിൽ വേറെ എന്ത് വേണമെങ്കിലും അവൾ ചെയ്തോട്ടെ. പക്ഷെ എതിരാളികളുടെ പരസ്യത്തിന് അവൾ കൂട്ടു നിൽക്കാൻ പാടില്ല. എന്തായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് അവളുടെ ഇഷ്ടമല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, കുടുംബത്തോടൊക്കെ തെരുവിലേക്ക് ഇറങ്ങാൻ റെഡി ആയിക്കോ. നമ്മുടെ എതിരാളികൾ അവരോട് ഏറ്റുമുട്ടണം എന്നുണ്ടെങ്കിലേ അത്യാവശ്യം കരുത്തൊക്കെ നമുക്കും വേണം. അതിനിടയിലെ ഒരിടങ്കോലായി നിന്റെ ഭാര്യ ഉണ്ടാവരുത്. എന്റെ ഏട്ടാ, ഞാൻ പരമാവധി ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, നടക്കണം. ശരി ഏട്ടാ, ഞാനൊന്ന് പൊയ്ക്കോട്ടെ. ചെല്ല്. അപ്പൊ നയന പറയൂ, ഒന്നുകൂടെ നിന്നേ. ഇനി എന്താ? ഇനിയൊന്നുമില്ല. പിന്നെ നീ ഇപ്പൊ ഇറങ്ങുന്ന സമയത്ത് ചേച്ചി ചോദിക്കും നീ എവിടെ പോയതായിരുന്നു എന്ന്. അപ്പൊ ഞങ്ങള് വിളിച്ചു നിന്റെ ജോലിയുടെ കാര്യം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊന്നും ചേച്ചിയുടെ അടുത്ത് എന്ന് പറഞ്ഞേക്കരുത്. ഞാൻ അങ്ങനെയൊക്കെ പറയൂ ഏട്ടത്തി. നീ പറയും, അത് ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ടാണ് ഒന്ന് നിന്നെ ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെയൊന്നും ഞാൻ പറയില്ല ഏട്ടത്തി. എന്നാ പൊയ്ക്കോ. പറയാതിരുന്നാ നിനക്ക് നല്ലത്. ശരി. ഇതും പറഞ്ഞുകൊണ്ട് അബി ഡോറ് തുറന്ന് പുറത്തോട്ട് പോവാണ് കേട്ടോ. ആദർശേട്ടാ, അവനോട് എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവൻ നേരെ തിരിച്ചേ ചെയ്യൂ. എന്നാലും പറയേണ്ടത് നമ്മൾ പറയണല്ലോ. പിന്നെ ചേച്ചിയുടെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവുമെന്നൊന്നും എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നില്ല. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അബി വെപ്രാൾപ്പെട്ടുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി നടക്കുന്നതാണ് കേട്ടോ. ആ സമയത്ത് തന്നെ നവ്യ മുന്നിലോട്ട് വരുന്നുണ്ട്. ഒന്ന് നിന്നേ. ഇത് കേട്ടപ്പോ തന്നെ പേടിച്ചോണ്ട് അബി പിന്നിലോട്ട് തിരിഞ്ഞു നോക്കാൻ കേട്ടോ. നവ്യ, നീയോ? നീ എന്താ ഇവിടെ?
നവ്യ മാത്രല്ല ഞാനും ഉണ്ട്. ഇതും പറഞ്ഞ് ജലജയും കൂടി അങ്ങോട്ട് നിൽക്കാണ് കേട്ടോ. അമ്മയോ, നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നേ? ഞങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അമ്മയും നവ്യയും കൂടി എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് എങ്ങനെ അറിയാം? എടാ, നീ വെറുതെ ഞങ്ങളെ പൊട്ടം കളിപ്പിക്കരുത്. നീ ഇപ്പൊ ആ നയനയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ആദർശം നയനയും മുറിക്കകത്തുണ്ടെന്ന് നവ്യ പറയുകയും ചെയ്തു. ഇനി പറ, എന്തിനാ നീ അകത്തോട്ട് ചെന്നത്? അവര് ഡോർ അടിച്ചത് എന്തിനാ? പെട്ടല്ലോ. ഓ അത് വേറൊന്നുമല്ല. അവിടെ ഞാനൊരു തിരുമറി നടത്തിയില്ലേ, അതിന്റെ ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് ചോദിച്ചറിയാനായിരുന്നു. പിന്നെ അതെല്ലാം വിട്ടില്ലേടാ. ഇനി അതിന് പിന്നാലെ ആരും പോകുന്നില്ലല്ലോ. പിന്നെ എന്തിനാ അവര് വീണ്ടും ഇത് അന്വേഷിക്കാൻ വിളിപ്പിക്കുന്നത്? എനിക്കൊന്ന് അറിഞ്ഞൂടാമേ. അവർക്ക് വീണ്ടും എന്നെ സംശയ ഓരോന്നിന്റെ മേല്. അതിനെ എന്നെ ഇങ്ങനെ കൂടുതൽ വിളിപ്പിക്കുന്നത്. അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്നെ സംശയമായിരിക്കുമല്ലേ? സംശയമാണടാ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനും നവ്യ അറിയാത്ത എന്തെങ്കിലും രഹസ്യം നിന്റെ ജീവിതത്തിലുണ്ടോ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങൾ അറിയാത്ത എന്ത് രഹസ്യം എന്റെ ജീവിതത്തില്? അതല്ലേ ഞാൻ ചോദിച്ചത്. അങ്ങനെ വല്ല രഹസ്യം ഉണ്ടെങ്കിൽ ആദ്യം അത് തുറന്ന് പറയടാ. എങ്കിലല്ലേ ഞങ്ങൾക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റൂ. അല്ലാതെ അവരാ സത്യം പറയുമ്പോ ഞങ്ങൾ അന്തം വിട്ട പോലെ നിൽക്കുന്നത് കാണണോ നിനക്ക്? എന്റെ അമ്മ, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു രഹസ്യമില്ല. നവ്യയും അമ്മ അറിയുന്ന രഹസ്യങ്ങളൊക്കെ തന്നെ എന്റെ ജീവിതത്തിലുള്ളൂ. ദേ അമ്മേ, കാട് കയറി വെറുതെ ഓരോന്ന് ചിന്തിച്ച് നവ്യനും കൂടി ടെൻഷൻ ആക്കാതെ. കുഞ്ഞെവിടെ നവ്യേ? നിന്റെ കുഞ്ഞെ മുറിയിലുണ്ട്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് അബി അങ്ങോട്ട് ചെല്ലാൻ കേട്ടോ. അപ്പോ ജലജ പറയുന്നുണ്ട്, നവ്യെ, നീ ഓരോരുത്തർ പറയുന്ന കേട്ട് അബിയെ വെറുതെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. അബിക്ക് നമ്മൾ അറിയാത്ത ഒരു രഹസ്യമില്ല. എന്നാ നവ്യ ഒന്നും പറയുന്നില്ല കേട്ടോ. നീയേ വെറുതെ അതേക്കുറിച്ച് ആലോചിച്ച് സമയം കളയണ്ട. ഇതും പറഞ്ഞുകൊണ്ട് ജലജ അവിടുന്ന് പോവാൻ കേട്ടോ. ആ സമയത്തൊക്കെ നവ്യയുടെ മനസ്സിൽ നല്ല സംശയം തോന്നുകയാണ്. ഓക്കെ, അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കാണിക്കുന്നത് അബിക്ക് ഒരു കോള് വരുന്നതാണ്. കോള് വരുമ്പോ തന്നെ അബി ഒന്ന് പതർന്നുണ്ട് കേട്ടോ. നവ്യ, ഞാനിപ്പോ വരാം. നീ കുഞ്ഞിന്റെ അടുത്ത് ഇരുന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നീ പോവാണോ? കുഞ്ഞിന്റെ അടുത്ത് നീ ഇങ്ങനെ കൊഞ്ചിച്ചും ചാളിച്ചിരിക്കുമ്പോ കുഞ്ഞിന് അത് എത്ര സന്തോഷാവെന്ന് അറിയോ? നവ്യെ, ഇങ്ങനെ ഇരുന്നാ ശരിയാവോ? നമ്മുടെ ചെലവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അതിന് ഏതെങ്കിലും ഒരു ജോലി തരപ്പെടുത്താൻ പറ്റുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആ സമയത്ത് നീ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയാതെ. ശരി, എങ്കിൽ പിന്നെ അബിക്ക് ഇവിടുന്ന് ഫോൺ എടുത്താൽ എന്താ? ഞങ്ങൾ ശബ്ദം ഉണ്ടാക്കുന്നില്ല. അത് പിന്നെ കുഞ്ഞിന്റെ ശബ്ദം ഉണ്ടാവും. ഇതൊക്കെ വലിയ വലിയ ആളുകളെ വിളിച്ച് സംസാരിക്കുന്നതാ ഞാൻ. കുഞ്ഞിന്റെ ശബ്ദമൊക്കെ ഇടയ്ക്ക് കയറി വന്നാ പിന്നെ അതൊക്കെ ഡിസ്റ്റർബൻസ് ആവും. ഞാനേ ഇപ്പൊ വരാം, നീ കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഇരുന്നോ. ഇതും പറഞ്ഞുകൊണ്ട് അബി നേരെ അവിടുന്ന് പോവാണ് കേട്ടോ. ആ സമയത്തൊക്കെ നവ്യയുടെ മനസ്സ് നല്ല സംശയം തോന്നാണ്. ഇവൻ എന്തിനെ കോള് വരുമ്പോ ഏത് സമയത്തും എന്റെ കുഞ്ഞിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നത്? എപ്പോഴും കോള് വരുമ്പോ ഇത് തന്നെയാണ് അബി ആവർത്തിച്ചോണ്ടിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി അവരൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും രഹസ്യം അബിയുടെ ഉള്ളിൽ ഉണ്ടാവോ? അബിക്ക് വേണ്ടി വാദിക്കുന്ന ഞാന് വെറും ഒരു പൊട്ടിയാവോ? ആ സമയത്താണ് അങ്ങോട്ടേക്ക് നയന വരുന്നത്. നയന വരുമ്പോ തന്നെ നവ്യക്ക് നല്ല ദേഷ്യം വരാൻ കേട്ടോ. എന്താടി, വീണ്ടും എന്നെ അടിക്കാൻ വേണ്ടി വരുവാണോ? ദേ ചേച്ചി, ഞാനായിട്ടൊരു വിഷയം ഉണ്ടാക്കുന്നില്ല. ചേച്ചി പറയുന്ന പലതും സഹിച്ചും ക്ഷമിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ചേച്ചി, ഞാൻ ഇപ്പൊ വന്നതേ ചേച്ചിയോട് സംസാരിക്കാനൊന്നുമില്ല. ഇതെനിക്ക് അമ്മ തന്നു വിട്ടതാ. ചേച്ചിക്കും കൂടി തരാൻ പറഞ്ഞു. അവർക്ക് ഇങ്ങനെ ഒരു മോളുള്ളത് ഓർമ്മയുണ്ടോ ആവോ? അങ്ങനെ ഒരു അച്ഛനും അമ്മയും ഉള്ളത് ഓർമ്മയില്ലാത്തത് ചേച്ചിക്കാ. ദാ ഇത് പിടിക്ക്, എനിക്ക് പോണം. ഇതും പറഞ്ഞുകൊണ്ട് നയന നേരെ ആ സാധനം കൊടുക്കാൻ കേട്ടോ. ഒരു കവറാണ് കൊടുക്കുന്നത്. നയനെ ഒന്ന് നിന്നേ. എന്താ? നീ ഒരു 5 മിനിറ്റ് കുഞ്ഞിന്റെ അടുത്തിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. കുഞ്ഞിന്റെ അടുത്തോട്ട് എന്നെ ഒന്നും ഇരുത്തിക്കാറില്ലല്ലോ ചേച്ചി. ഇപ്പൊ എന്ത് പറ്റി? നിനക്കേ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നാ മതി. അല്ലെന്നുണ്ടെങ്കിൽ പോവാൻ നോക്ക്, ഞാൻ ഇരുന്നോളാം. ചേച്ചിക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് ചെയ്തോ. ആ സമയത്ത് അബിയുടെ പിന്നാലെ പോവാണ് കേട്ടോ നവ്യ ചെയ്യുന്നത്. അങ്ങനെ അബിയെ തിരക്കി നവ്യ എത്തുന്നത് മുകളിലെ ബാൽക്കണിയിലാണ് കേട്ടോ. ഒരു സൈഡിൽ ചെന്നിട്ട് പതുക്കെയാണ് അബി സംസാരിക്കുന്നത്. ഇവൻ എന്തിനാ ഇങ്ങനെ പതുക്കെ സംസാരിക്കുന്നത്? ജോലിയുടെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ മാറി നിന്ന് സംസാരിക്കണോ? എന്തായാലും അബി സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കണം. ഇതും പറഞ്ഞുകൊണ്ട് അബി സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഒളിഞ്ഞു നിൽക്കാൻ കേട്ടോ. അപ്പോ അബി ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്കുന്ന ആളോട് പറയുന്നുണ്ട്, മറ്റേ ഗുണ്ടയോടാണ് സംസാരിക്കുന്നത്. എടാ, നീ അവിടെ വിട്ട് ഇങ്ങോട്ട് പോവാതെ. സാറേ, ഞങ്ങളെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. ആ ആദർശ് ഏർപ്പാടാക്കിയതാണ്. അവന്റെ കയ്യിലെങ്ങാനും ഞങ്ങളെ കിട്ടിയാലേ ശരിപ്പെടുത്തുന്ന പറഞ്ഞേക്കുന്നത്. എടാ, നീയൊക്കെ പിന്നെ എന്തിനാണ് ഗുണ്ടയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? സാറേ, സാറിന് അങ്ങനെ പറയാം. ജീവൻ പോയാലേ ഞങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന 2 കുടുംബങ്ങളും ഉണ്ട്. ഗുണ്ടാപ്പണിക്ക് ഇറങ്ങുമ്പോഴേ കുടുംബത്തെ ഒന്നും നോക്കരുത്. സാറേ, ഞങ്ങൾക്ക് പകരം വേറെ ആരെങ്കിലും ഇവിടെ ആക്കുന്നതാ നല്ലത്. ജോലിയൊക്കെ നല്ല ജോലിയായിരുന്നു. ത്തിന് വെട്ടി വിഴുങ്ങി ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാം. സമയമാകുമ്പോ ശമ്പളവും കിട്ടുമല്ലോ. ഇത്രയും നല്ല ജോലി വേറെ ഒന്നുമില്ല. പക്ഷെ ജീവൻ ആപത്താവുമ്പോ ഞങ്ങൾ ഇതിൽ നിന്നും പിന്തിരിഞ്ഞല്ലേ പറ്റൂ സാറേ. എന്നാ പിന്നെ താൻ ഒരു കാര്യം ചെയ്യ്, തന്റെ കെയർ ഓഫിൽ വേറെ ആരുണ്ടെങ്കിൽ അറിയിക്കി. അത് വേണമെങ്കിൽ ഞങ്ങൾ ട്രൈ ചെയ്യാം. പിന്നെ ആ ആനകയുടെ ചലനമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയണം. അവൾ ഒരിക്കലും ജീവിതത്തിലോട്ട് തിരിച്ചു വരരുത്. പക്ഷെ സാറേ, അവളുടെ നീക്കുപോക്കൊക്കെ കണ്ടിട്ട്
അവള് മിക്കവാറും ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്നാ ഞങ്ങൾക്ക് തോന്നുന്നത്. ഛേ, വെറുതെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞു പോവരുത് സാറേ. ഞങ്ങൾക്ക് തോന്നിയ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അവളെങ്ങാനും ചലിച്ചാ എനിക്കും എന്റെ നിലനിൽപ്പിനും അത് വലിയ ആപത്തായിരിക്കും ഉണ്ടാക്കുക. സാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ നവ്യ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ആര് ചലിച്ചാലാ ഇവന് വലിയ ബുദ്ധിമുട്ടുണ്ടാവെന്ന് പറയുന്നത്? ചലനശേഷി ഇല്ലാതെ കിടക്കുന്നത് ആ അനഘയല്ലേ? അനഘ ജീവിതത്തിലോട്ട് തിരിച്ചു വന്ന ഇവൻ എന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാ? ഇനി ഇവനായിരിക്കോ അനഘയെ വഞ്ചിച്ചത്? ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ അബി പറയുന്നുണ്ട്. എന്നാ പിന്നെ ശരിയടാ, ആരെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് താൻ എന്നെ വിളിച്ചാ മതി. ശരി സാറേ. ഇതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നിട്ടോ. അപ്പൊ തന്നെ നവ്യ അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് നേരെ മുറിയിലോട്ട് ചെല്ലാണ്. അബിയാണ് ട്ടോ മുറിയിലോട്ട് ആദ്യം എത്തുന്നത്. അവിടെ നയനയെ കണ്ട പാടെ തന്നെ അബിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളെന്താ ഇവിടെ? എന്താ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇതെന്റെ ചേച്ചിയുടെ കുഞ്ഞാ. ചേച്ചിയുടെ കുഞ്ഞാണെന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷെ ചേച്ചി ഇങ്ങോട്ട് അടുപ്പിക്കാറില്ലല്ലോ. അതിനൊക്കെ കാരണക്കാരൻ നീ തന്നെ അല്ലേടാ. ദേ, നിങ്ങൾ ഇവിടെ നിൽക്കുന്നതേ നവ്യക്ക് ഇഷ്ടമല്ല. അത് എന്തിനാ നവ്യയുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നത്? എന്നെ എന്റെ ചേച്ചി തന്നെ ഇവിടെ നിർത്തിയത്. നവ്യയോ? അതെ, നവ്യേച്ചി തന്നെ. എന്നിട്ട് അവളെവിടെ പോയി? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കുഞ്ഞിനെ എന്റെ അടുത്ത് ആക്കിയിട്ടാ പോയത്. അപ്പോഴാണ് നവ്യ മുറിയിലോട്ട് കയറി വരുന്നത്. നവ്യ, നീ ഇതെവിടെ പോയി? ഞാൻ കുഞ്ഞിന് കുറുക്കുണ്ടാക്കാൻ പോയതാ. ഓ അങ്ങനെ. ഞാനാകെ പേടിച്ചു. പേടിച്ചെന്നോ? എന്തിന്? അയ്യോ, അങ്ങനെ പേടിച്ചെന്നല്ല. പെട്ടെന്ന് കുഞ്ഞിന്റെ അടുത്ത് ആരെയും കാണാതെ വന്നപ്പോ അതിന് കയറി വരുമ്പോ തന്നെ ഞാൻ നിൽക്കുന്നത് നീ കണ്ടതാണല്ലോ അബി. അല്ല, ഏട്ടത്തി നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നാലും കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിന്റെ അടുത്തില്ലല്ലോ. നീ എന്തൊക്കെയാ അബി പറയുന്നത്? നയനയുടെ അടുത്ത് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാ പോയത്. ഇനി ഏതായാലും ചേച്ചി വന്നല്ലോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇതും പറഞ്ഞ് നയന പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് തന്നെ അബിയോട് പറയുന്നുണ്ട് കേട്ടോ നവ്യ, കുഞ്ഞിനൊന്ന് നോക്ക്, ഞാൻ ഇപ്പൊ വരാം. നവ്യ, എനിക്ക് പോയിട്ട് കുറച്ചു നേരം കുഞ്ഞിനെ നോക്ക്, ഞാനിപ്പോ വരാന്ന് പറഞ്ഞില്ലേ? ശരി. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ പുറത്തോട്ട് ഇറങ്ങാൻ കേട്ടോ. എന്നിട്ട് നയനോട് പറയുന്നുണ്ട്, നയനെ ഒന്ന് നിന്നേ. എന്താ ചേച്ചി? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കോ? എന്തു പറയാൻ? അല്ല, ഞാൻ അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ നിങ്ങളുടെ ഒക്കെ ഉള്ളിൽ ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ വല്ലതും എന്നോട് പറയാനുണ്ടോന്ന്? എന്ത് രഹസ്യം? എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു രഹസ്യമില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നല്ലോ. അപ്പൊ പിന്നെ നേരത്തെ നീ പറയാൻ വന്നതോ? നേരത്തെ എന്തു പറയാൻ? അപ്പൊ നീ നേരത്തെ ഒന്നും പറയാൻ വന്നില്ലേ? അത് ഞാൻ വേറെ പല കാര്യങ്ങളും പറയാൻ വന്നതാ. അപ്പൊ നിനക്ക് എന്നോടൊന്നും പറയാനില്ലല്ലേ? ഇല്ല. എന്നാ ശരി. അങ്ങനെ നയൻ അവിടുന്ന് പോകുന്നത് കേട്ടോ. ചേച്ചിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയെന്നാ തോന്നുന്നത്. ഇനി ഇതെവിടെ ചെന്ന് എത്തുമാവോ എന്ന് പറഞ്ഞ് നയൻ അവിടുന്ന് പോകുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ മുറിയിലോട്ട് ചെല്ലുന്ന നവ്യയെ കാണിക്കുന്നുണ്ട്. അബി, നവ്യേ, ദേ കുഞ്ഞിന്റെ അടുത്ത് ഇരിക്കി, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. നീ എങ്ങോട്ടാ പോകുന്നത്? ജോലിക്കാരെ അന്വേഷിക്കാൻ. ജോലിക്കാരി എന്ന് പറഞ്ഞിട്ട് പലയിടത്തേക്കായിട്ട് പോകുന്നുണ്ട്, പലരെയും വിളിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കായില്ല. എന്താ മോളെ നീ പറയുന്നത്? ജോലിക്കാരത്തിന് പലരെയും വിളിക്കേണ്ടി വരും. പിന്നെ അങ്ങനെ ഇങ്ങനെയുള്ള ജോലി ഒന്ന് കിട്ടിയാ പോരല്ലോ. ആനന്ദപുരിയിൽ അങ്ങും ആയി പോയില്ലേ? അപ്പൊ അത്യാവശ്യം നല്ല ജോലി കിട്ടണ്ടേ? നീ ഇപ്പൊ ജോലിക്ക് പോകേണ്ടത് ഞാൻ പറഞ്ഞതല്ലേ? എനിക്ക് അത്യാവശ്യം വരുമാനമുള്ള ജോലി കിട്ടിയതാണല്ലോ. ഞാനൊരു ബെസ്റ്റ് മോഡലാണ്. അതുകൊണ്ട് എന്നെ എല്ലാവരും പലയിടത്തേക്കായിട്ട് വിളിക്കുന്നുണ്ട്. ആ വരുമാനം പോരെ നമുക്ക് ജീവിക്കാന്. ആരുടെ കയ്യിൽ നിന്നും എരന്ന് വാങ്ങി ജീവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങനെ എത്രയും പെട്ടെന്ന് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നത്? അല്ല മോളെ, എത്ര കാലം വെച്ചിട്ടാ നിന്റെ ചെലവില് ഒരു ഭർത്താവായ ഞാൻ ഇങ്ങനെ കഴിയാ? അങ്ങനെ അബിക്കൊരു നാണക്കേട് വേണ്ട. കുറച്ചു കാലത്തിനെ എന്റെ ചെലവിൽ കഴിഞ്ഞോ. പിന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്താ നവ്യേ? ഇന്ന് രാവിലെ ആ ആദർശിന്റെയും നയനയുടെയും മുറിയിൽ നിന്ന് നീ ഇറങ്ങി വരുന്നത് കണ്ടു. ചോദിച്ചപ്പോ നീ അങ്ങനെ കൂടുതലൊന്നും പറഞ്ഞില്ല. നിന്റെ അമ്മ ഓരോന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. പക്ഷേ എനിക്കതിൽ ഇപ്പോഴും നല്ല സംശയമുണ്ട്. എന്താ നീയും അവരും തമ്മിൽ ഞാൻ അറിയാത്ത വല്ല ഇടപാടുണ്ടോ? നീ എന്തൊക്കെയാ നവ്യ പറയുന്നത്? ഞാനും അവർ തമ്മിൽ എന്തിടപാട്? അതാ ഞാൻ ചോദിച്ചത്. ഞാൻ അറിയാത്ത എന്തെങ്കിലും ഇടപാട് നീയും അവർക്ക് തമ്മിൽ ഉണ്ടോന്ന്? ഇല്ല. അവസാനായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആ ചന്തുമോളുടെ അച്ഛൻ ആദർശ് തന്നെയല്ലേ? അതോ ഇനി വേറെ ആരെങ്കിലോ? അതും ഈ വീട്ടിലുള്ള അനിയോ നീയോ? എന്താ നവ്യ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് എന്താ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സംശയം? സംശയം ഉണ്ടാവാൻ പല സന്ദർഭങ്ങളും ഇവിടെ ഉണ്ടായിട്ടാ ഞാൻ ചോദിക്കുന്നത്. അതെങ്ങാനും സത്യമായിട്ട് വന്നാലുണ്ടല്ലോ, പിന്നെ എനിക്ക് മുൻപും പിൻപും ഒന്നും നോക്കാനുണ്ടായിരിക്കില്ല. എന്റെ കുഞ്ഞിന് ആരെങ്കിലും ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാനങ്ങ് നിന്നെ കൊന്ന് ഞാനും ചാവൂ. അതിന് അങ്ങനെയൊന്നും അല്ലല്ലോ. അങ്ങനെ ആയുള്ള അവസ്ഥ ഈ പറയുന്നത്. പിന്നെ ആദർശ് നയനയായിട്ട് കൂടുതൽ അടുപ്പമൊന്നും വേണ്ട കേട്ടോ. ശരി. ഇതും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്തോണ്ട് നവ്യ അവിടുന്ന് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അബിയാണ്. അബിയാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ആദർശും നയനയും കാറിൽ വന്ന് ഇറങ്ങുന്നത് കാണിക്കുന്നത്.
എന്നാൽ ഈ കാഴ്ച കൃത്യമായിട്ട് നവ്യ കാണുന്നുണ്ട്. കാരണം ഓരോ സമയം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നവ്യ. ആദർശ അകത്തോട്ട് കയറി വരുമ്പോ തന്നെ അഭി പറയുന്നുണ്ട്, ഏട്ടാ ഞാൻ ഏട്ടത്തിയുടെയും ഏട്ടന്റെയും ഫോണിലേക്ക് മാറി മാറി വിളിച്ചോണ്ടിരിക്കുക, നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത്? നീ എന്തിനാടാ അതിന് ഞങ്ങളുടെ ഫോണിലോട്ട് ഇങ്ങനെ മാറി മാറി വിളിക്കുന്നത്? കാര്യമുണ്ട്, എനിക്കിത് നിങ്ങളോടല്ലാതെ വേറെ ആരോടും പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? അത് പിന്നെ ഇവിടെ വെച്ച് പറയാൻ പറ്റിയതല്ല, നമുക്ക് മുറിയിലോട്ട് പോവാം. അപ്പൊ ആദർശ ഓരോന്ന് പറയാൻ വരുമ്പോ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ അവന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ശരി. അങ്ങനെ മുറിയിലോട്ട് പോവാൻ കേട്ടോ. എന്നാ ഇത് വാച്ച് ചെയ്തോണ്ട് തന്നെ നവ്യ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഡോറിന്റെ അരികിലായിട്ട് നവ്യ ഇങ്ങനെ എല്ലാം കേൾക്കാൻ വേണ്ടി കാത് കോർത്ത് നിൽക്കാണ് കേട്ടോ. ആ സമയത്താണ് അഭി പറയുന്നത്, എല്ലാം പിടിക്കപ്പെട്ടു ആദർശേട്ടാ. പിടിക്കപ്പെട്ടെന്നോ? എന്ത് പിടിക്കപ്പെട്ടെന്ന്? നവ്യക്ക് എല്ലാം മനസ്സിലായി. നീ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറ. എന്റെ ചേച്ചിക്ക് എന്ത് മനസ്സിലായിന്നാ? അതായത് ഞാനാണോ ചന്തമോളുടെ അച്ഛനെന്ന് നവ്യ എന്നോട് ചോദിച്ചു. അത് സത്യമല്ലേ? ഇത് കേട്ടപ്പോ തന്നെ നവ്യ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ഒന്ന് പതുക്കെ പറയേട്ടത്തി, അവള് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ മട്ടാണിപ്പോ. മനസ്സിലാക്കേട്ടേടാ, അങ്ങനെയെങ്കിലും ചേച്ചി സത്യങ്ങളൊക്കെ തിരിച്ചറിയട്ടെ. പക്ഷെ അതല്ല, അവൾ എന്നെ മാത്രമല്ല അവളുടെ ജീവനും കൂടി ഒടുക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാത്ര ഞാനും എന്റെ ആദർശേട്ടനും ചേച്ചിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. അതൊക്കെ എനിക്ക് അറിയാം ഏട്ടത്തി. പക്ഷെ അവളുടെ തെറ്റിദ്ധാരണ എങ്ങനെയെങ്കിലും മാറ്റണം. ഇന്ന് രാവിലെ നിങ്ങളെ വിളിപ്പിച്ചില്ലേ, അതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ സംശയം തോന്നിക്കാൻ കാരണമായത്. എടാ, അവൾ അങ്ങനെയെങ്കിലും സത്യം മനസ്സിലാക്കിയിട്ട് നിന്നെ മനസ്സിലാക്കട്ടെ. ഇങ്ങനെ ഒരു ഭർത്താവ് സ്വന്തം ഭർത്താവ് പറയുന്നേക്കാളും ഭേദം നിന്നെ അങ്ങ് ഉപേക്ഷിക്കുന്ന ആടാ നല്ലത്. ഇത് കേട്ടപ്പോ നവ്യ ആകെ ഞെട്ടിത്തരികയാണ് കേട്ടോ. നവ്യ ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള സത്യം അവിടെ വെച്ച് തിരിച്ചറിയാണ്. ഇവന്റെ സ്വന്തം കുഞ്ഞ ചന്തുമോള്. ആ രക്തത്തെ കാണുമ്പോ പോലും ഇവന് കുറച്ച് വാത്സല്യം പോലും കാണിക്കുന്നില്ല. അതിനോട് ഒരു ചെറിയ രീതിയിൽ ചിരിച്ച് എന്തെങ്കിലും ഒന്ന് പറയാം, അതുപോലെ ഇവൻ ചെയ്യുന്നില്ല. അങ്ങനെയല്ല ഇവന് എന്റെ ചേച്ചിയോടും ചേച്ചിയുടെ കുഞ്ഞിനോടും എന്ത് ഇഷ്ടം ഉണ്ടായിരിക്കുക. എല്ലാം എന്റെ ചേച്ചിയുടെ തലവിധിയായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ഷമിച്ചും സഹിച്ചല്ലേ പറ്റൂ. അല്ല, ഞങ്ങളിപ്പോ ഇനി എന്ത് സേവനം ചെയ്യണമെന്നാ പറഞ്ഞോണ്ട് വരുന്നത്? അവളുടെ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റണേട്ടാ. എടാ, നീ നന്നായിരുന്നെങ്കിൽ എത്ര നന്നായനടാ. അവളെ നേർവഴിക്ക് നടത്തി കഴിഞ്ഞാ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മോള് എന്റെ സ്വന്തം മോളായിട്ട് വളരില്ലായിരുന്നോ? അതിനിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെയൊക്കെ പ്രഷർ കയറ്റി വിടുന്നത് നീയല്ലേ? ഏട്ടാ, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞ് നവ്യയുടെ മനസ്സ് മാറ്റണം. ഞങ്ങള് പരമാവധി ശ്രമിക്കാം. എന്റെ ചേച്ചിയുടെ ജീവിതമായി പോയില്ലേ. പക്ഷെ ചേച്ചി ഇനിയും ഇതുപോലെയൊക്കെ പ്രവർത്തിക്കാനാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ സത്യം ചേച്ചി ഞാൻ അറിയിക്കും. ആ സമയത്താണ് നവ്യ കരഞ്ഞു കലങ്ങിയ കണ്ണോട് കൂടിയിട്ട് അവരുടെ മുന്നിലോട്ട് പ്രത്യക്ഷപ്പെടുന്നത്. നീ പറയേണ്ടതായിന് സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എടാ ദുഷ്ട, നീ എന്നെ ചതിക്കുമായിരുന്നില്ലേ? എന്നെ എന്റെ കുഞ്ഞിനെയും നിനക്ക് വേണ്ടി അപമാനം ഏറ്റുവാങ്ങിയ ആദർശേട്ടനും നയനയും കൂടി നീ എന്റെ മുന്നിൽ മോശക്കാരാക്കിയില്ലേ? നിന്നെ ജീവിക്കാൻ ഞാൻ ഇനി അനുവദിക്കില്ലടാ. ഇതും പറഞ്ഞോണ്ട് അബിയുടെ കഴുത്ത് കയറി പിടിക്കുന്നുണ്ട് കേട്ടോ നവ്യ. നവ്യ വിട് നവ്യ എന്ന് പറഞ്ഞ ആദർശ നയനയും കൂടി നവ്യയെ പിടിച്ചു മാറ്റുന്നുണ്ട്. ചേച്ചി വിടവനെ, ഇവനെ ഭൂമിയിൽ ജീവിക്കരുത്, കൊല്ലണേ ഇവനെ. നവ്യ എന്നെ വിട് നവ്യ. എന്നെ വിടാനോ? നിന്റെ കഴുത്ത് നെരിച്ച് നിന്നെ ഞാൻ കൊല്ലുവടാ. അതും പറഞ്ഞിട്ട് അബിയെ കൊല്ലാൻ വേണ്ടി ചുറ്റിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് നോക്കുകയാണ് കേട്ടോ നവ്യ. അപ്പോഴേക്കും ജയനും അജയനും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. നവ്യയെ പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജലജ പറയുന്നുണ്ട്, എന്താ എന്റെ കുഞ്ഞിനെ ചെയ്യുന്നത്? അവിടെ ഉണ്ടായിരുന്ന ഒരു വിളക്ക് എടുത്തിട്ട് നവ്യ ആണെന്നുണ്ടെങ്കിൽ അബിയുടെ തലയ്ക്ക് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ. അബിയുടെ ബോധം അങ്ങ് പോവാണ്. അയ്യോ എന്റെ അബി, എന്തിനാടി നീ എന്റെ അബിയെ അടിച്ചത്? ഇതും പറഞ്ഞുകൊണ്ട് ചോര വാർന്നൊഴുകുന്ന അബിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ ജലജ. അപ്പൊ തന്നെ അബിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാണ്. അപ്പോഴേക്കും നവ്യ ഒരു ഭ്രാന്തമായ രൂപത്തിൽ പെരുമാറി തുടങ്ങാണ്. നവ്യ എങ്ങോട്ട് പോവാതെക്കാൻ വേണ്ടി എല്ലാവരും നവ്യെ പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യയുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നന്ദു ആണെങ്കിൽ ഇൻഫോർമേഷൻ കേട്ടപ്പോ തന്നെ അങ്ങോട്ട് എത്തുന്നുണ്ട് കേട്ടോ. നവ്യ ആണെന്നുണ്ടെങ്കിൽ അബിയുടെ തലക്കടിച്ചേക്കല്ലേ. നവ്യ അറസ്റ്റ് ചെയ്യാന്നല്ലാതെ നന്ദുവിന് മറ്റു നിവൃത്തിയൊന്നും ഇല്ലാതെ നിൽക്കാൻ കേട്ടോ. അങ്ങനെ നവ്യ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു കിഡ്ലൻ ട്വിസ്റ്റ് അറിഞ്ഞ എപ്പിസോഡ് മുഴുവനായിട്ടും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. അപ്പൊ ആ എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ഗൈസ്.